ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് 62 ആണ്. 61 വരെ കാണാത്തവർ കാണുക. ഞാൻ നമ്മുടെ ആൻസി ടെക് ചാനലിൽ പ്ലേലിസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. 62 ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ 60 ഡേയുടെ സ്റ്റഡി പ്ലാൻ നമ്മൾ ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പാണ്, വേറെ ഗ്രൂപ്പാണ്. PSC കോച്ചിങ് ആ ഗ്രൂപ്പ് അല്ല. വേറൊരു ഗ്രൂപ്പാണ് നമ്മുടെ ടെലഗ്രാം 60 ഡേയുടെ സ്റ്റഡി പ്ലാനിൻ്റെ വേറെ ടെലഗ്രാം ഗ്രൂപ്പാണ്. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ് ആയുള്ളവർക്ക്. അതുപോലെ തന്നെ നമ്മുടെ ഡേ ടു നാളത്തെ പോർഷൻസും നമ്മൾ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ടൈം കിട്ടുന്ന അനുസരിച്ച് കവറപ്പ് ചെയ്ത് പോവുക. നമ്മുടെ പവർ സിസ്റ്റം ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതിൽ നിന്ന് തന്നെ ഒരു 25ഓളം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 20ഓളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് എടുത്ത് നിങ്ങൾ പഠിക്കുക. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം എല്ലാം നിങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച് പോവുക. ഓക്കെ. അതോടൊപ്പം തന്നെ നമ്മുടെ അക്കാഡമിയിലും അതിൻ്റെ ലൈവായിട്ടുള്ള സെക്ഷനുണ്ട്. ലൈവായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ആ ഒരു സെക്ഷൻ എന്നാണ് പവർ സിസ്റ്റത്തിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ലൈവ് സെക്ഷൻ ഉണ്ടായിരുന്നു. രാവിലെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ രാത്രി ഒരു സെക്ഷൻ ഉണ്ട് 8 മണിക്ക്. അതിൻ്റെ ലിങ്ക് അയക്കാം. നമ്മൾ പവർ സിസ്റ്റത്തിൻ്റെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതിലും എല്ലാവരും വരിക. അതോടൊപ്പം തന്നെ നമ്മുടെ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, അതുപോലെ അസിസ്റ്റൻറ്റ് മാനേജർ ഇലക്ട്രിക്കലൊക്കെ മിക്കവാറും ഒറ്റ എക്സാം ആകാനാണ് ചാൻസ് കൂടുതൽ. അതുകൊണ്ട് കോമ്പറ്റീഷൻ കൂടും. അത് നല്ലപോലെ എല്ലാവരും പഠിക്കാം. അതുപോലെ തന്നെ നമ്മൾ സബ് എഞ്ചിനീയർ ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ വരും. നമ്മൾ വെയിറ്റിംഗ് ആണ് നോട്ടിഫിക്കേഷൻ വരാനായിട്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളെ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് 61 വരെ നമ്മൾ കവറപ്പ് ആയിട്ടുണ്ട്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം നിങ്ങൾ പഠിച്ച് പോവാം. അതോടൊപ്പം തന്നെ നമ്മുടെ അക്കാഡമിയിൽ നമ്മുടെ നോൺ ടെക്നിക്കൽ എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അതിന് നമ്മൾ അക്കാഡമിയിൽ ഇത് കൊടുക്കുന്നുണ്ട്, കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആയുള്ളവർക്ക് അതിനും ജോയിൻ ആവാം. ഓക്കെ. അപ്പം നമ്മുടെ 4th ഓഗസ്റ്റിന് പുതുതായിട്ടൊരു ബാച്ച് തുടങ്ങുന്നുണ്ട്. ദൗത്യത്തിൻ്റെയാണ്. ഫോർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവർ. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യൂ. 4th ഓഗസ്റ്റിനാണ് ന്യൂ ബാച്ച് തുടങ്ങുന്നത്. അപ്പോൾ ന്യൂ സ്റ്റാർട്ടിംഗ് ആയിട്ട് നിങ്ങൾ ന്യൂ ബിഗിനിങ് പോലെ ന്യൂ ബാച്ചിന് ജോയിൻ ആവുക. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ്സസ് എടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ 5th ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന LDC മെയിൻ എക്സാം ബാച്ച് 2 10th ലെവൽ, അതും ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ റണ്ണിങ് ആയിട്ടുള്ള 8th ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചും 15th ജൂലൈ സ്റ്റാർട്ട് ചെയ്ത ബാച്ചും റണ്ണിങ് ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. അപ്പോൾ August 1, 8, 15, 22, 29 2 PM 8 PM നമ്മുടെ LDCയും അതുപോലെ ഡിഗ്രി ലെവൽ സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെ എക്സാംസ് ഉണ്ടായിരിക്കും. അതിൽ ഫസ്റ്റ് കിട്ടുന്നവർക്ക് ഫ്രീ ആയിട്ടുള്ള 1 year സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. 2nd to 5th കിട്ടുന്നവർക്ക് 75% സ്കോളർഷിപ്പ് ഓൺ 1 year സബ്സ്ക്രിപ്ഷൻ. 6th to 10th ആണെങ്കിൽ 50% സ്കോളർഷിപ്പ് ഓൺ 1 year സബ്സ്ക്രിപ്ഷനും ആയിരിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾ എക്സാംസ് ഒക്കെ നിങ്ങൾ ടൈം കിട്ടുന്ന അനുസരിച്ച് എഴുതി നോക്കാം. ഓക്കെ. അതുപോലെ തന്നെ പ്ലസ്സിലാണെങ്കിൽ കംപ്ലീറ്റ് സിലബസ്, അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റ്, അതുപോലെ അൺലിമിറ്റഡ് PDF നോട്ട്സ്, അതുപോലെ റെഗുലർ ഡൗട്ട് ക്ലിയർ സെഷൻ ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സും ആയിരിക്കും. അപ്പോൾ മൈ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ മാസത്തെ ഫീസിൽ നിന്ന് നിങ്ങൾക്ക് 10% ഓഫും ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ അക്കാഡമിയിൽ ലിങ്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഓക്കെ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ. അപ്പോൾ നിങ്ങളത് നോക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ 2 ക്ലാസ്സിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അത് നോക്കുക. 8 മണിക്കുള്ള ക്ലാസ്സിൽ എല്ലാവരും വരാൻ നോക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്നത്തെ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഇന്നത്തെ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മുടെ Day 1 ക്ലാസ് 1 പവർ സിസ്റ്റത്തിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്ലസ് അഡീഷണൽ ആയിട്ട് ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പവർ സിസ്റ്റത്തിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കുക. ഓക്കെ. അതിന് കുറച്ച് പ്രോബ്ലംസ് ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ ടോപ്പിക്കിൽ നിന്ന് പവർ സിസ്റ്റം ടോപ്പിക്കിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നല്ലതുപോലെ പഠിച്ചു പോവുക. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഡക്ഷൻ ജനറേറ്റേഴ്സ് ഡെലിവർ പവർ അറ്റ്. ഇൻഡക്ഷൻ ജനറേറ്റേഴ്സ് ഡെലിവേഴ്സ് പവർ അറ്റ് ലാഗിങ് പവർ ഫാക്ടർ ആണോ, ലീഡിംഗ് ആണോ, യൂണിറ്റി ആണോ, 0 ആണോ? ഏതാണ്? ഇൻഡക്ഷൻ ജനറേറ്റേഴ്സ് ഡെലിവർ പവർ അറ്റ് ലീഡിംഗ് പവർ ഫാക്ടർ. ഓക്കെ. അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യോക്ക് ഓഫ് എ ലാർജ് DC മെഷീൻ ഈസ് മെയ്ഡ് ഓഫ്. യോക്ക് ഓഫ് ലാർജ് DC മെഷീൻ ഈസ് മെയ്ഡ് ഓഫ് ഗ്രെയിൻ ഓറിയൻറ്റഡ് സ്റ്റീൽ ആണോ, കാസ്റ്റ് അയൺ ആണോ, കാസ്റ്റ് സ്റ്റീൽ ആണോ, മൈൽഡ് സ്റ്റീൽ ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ C, കാസ്റ്റ് സ്റ്റീലാണ്. അപ്പോൾ നമുക്ക് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ദി DC മെഷീൻ കാണിച്ചിട്ടുണ്ട്. യോക്ക് ആണെങ്കിൽ കാസ്റ്റ് സ്റ്റീലാണ്. പോൾ കോറും പോൾ ഷൂവും കാസ്റ്റ് സ്റ്റീലാണ്. ആർമേച്ചർ കോറും ലാമിനേറ്റഡ് സ്റ്റീലാണ്. ഇതൊക്കെ പഠിച്ചുകൊണ്ട് ഇതിനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കമ്മ്യൂട്ടേറ്റർ ഈസ് മെയ്ഡ് ഓഫ് ഹാർഡ് ഡ്രോൺ കോപ്പറാണ്. ബ്രഷസ് സ്മോൾ മെഷീൻസിൽ കോപ്പർ അല്ലെങ്കിൽ കാർബൺ. ബ്രഷസ് നോർമൽ ആൻഡ് ലാർജ് മെഷീൻസിൽ ഇലക്ട്രോഗ്രാഫൈറ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഇതും കൂടെ പഠിക്കാം. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അറ്റ് റെസൊണൻസ് ഓഫ് എ സീരീസ് RLC സർക്യൂട്ട് കപ്പാസിറ്റി റിയാക്റ്റൻസ് ഈസ് ഈക്വൽ ടു ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണോ, കപ്പാസിറ്റി റിയാക്റ്റൻസ് ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ആണോ, കപ്പാസിറ്റി റിയാക്റ്റൻസ് 0 ആണോ, അതോ കപ്പാസിറ്റി റിയാക്റ്റൻസ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദി ഇൻഡിവിജ്വൽ റിയാക്റ്റൻസ് ആൻഡ് റെസിസ്റ്റൻസ് ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ B ആണ് വരുന്നത്. കപ്പാസിറ്റി റിയാക്റ്റൻസ് ഈസ് ഈക്വൽ ടു ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ്.
ഓക്കെ, അപ്പോൾ നമ്മുടെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം റെസൊണൻസ് കണ്ടീഷനിൽ സീരീസ് RLC സർക്യൂട്ടിലാണെങ്കിൽ XL എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു XC ആയിരിക്കും. നമ്മുടെ സർക്യൂട്ട് പ്യൂർലി റെസിസ്റ്റീവ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നോക്കുക, ഈ ഇക്വേഷൻ ഓർക്കുക, ഇത് വെച്ചും പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. റെസൊണൻസ് സമയത്ത് ഇമ്പിഡൻസിൻ്റെ ഇക്വേഷൻ R² ഈക്വൽ ടു √R² പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, ഇറ്റ്സ് ഈക്വൽ ടു റെസിസ്റ്റൻസ്. അവിടെ നാലാമത്തെ ക്വസ്റ്റ്യൻ, ലൈൻ വോൾട്ടേജ് ഇൻ സ്റ്റാർ കണക്റ്റഡ് ബാലൻസ്ഡ് 3-phase സർക്യൂട്ട്. ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജൊക്കെ റിലേഷൻ പഠിക്കാം. ഇപ്പോൾ ഒരു 3-phase ലോഡ് എടുക്കുകയാണെങ്കിൽ അതിന് 3 ഡിഫറെൻറ്റ് ഇമ്പിഡൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ RYB, നമ്മൾ ടുഗദർ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാർ അല്ലെങ്കിൽ ഡെൽറ്റ ആ ഒരു കോൺഫിഗറേഷൻ കിട്ടും. ഡെൽറ്റ ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഈസ് ഫോംഡ് ബൈ കണക്ടിങ് വൺ എൻഡ് ഓഫ് ദി വൈൻഡിങ് ടു ദ സ്റ്റാർട്ടിങ് എൻഡ് ഓഫ് അതർ വൈൻഡിങ്ങിലായിരിക്കും അല്ലേ. ഒരു ക്ലോസ്ഡ് ലൂപ്പായിട്ട് നമുക്ക് ഡെൽറ്റ കിട്ടും, ഇങ്ങനെ കിട്ടും. നമ്മുടെ സ്റ്റാർ ആണെങ്കിൽ എന്താണ്? സ്റ്റാറിലാണെങ്കിൽ വൺ എൻഡ് എന്തെയാണ് ഓഫ് ഓൾ ഇമ്പിഡൻസും കൂടെ ഒറ്റ ഒരു ഇതിൽ കണക്റ്റഡ് ടു ഒരുമിച്ച് ഒരു പോയിന്റിൽ കണക്ട് ചെയ്യുന്നവരാണ് സ്റ്റാർ കിട്ടുന്നത്. അപ്പോൾ സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിൽ ലൈൻ വോൾട്ടേജ് നമ്മൾ √3 ഫേസ് വോൾട്ടേജ് IL I ഫേസ് എന്ന് പറയുമ്പോൾ അപ്പോൾ എങ്ങനെ എഴുതാം? VL ബൈ √3 Z എന്ന് എഴുതാം. പവർ നോക്കുക, √3 VL IL cos φ അല്ലെങ്കിൽ 3 V ഫേസ് I ഫേസ് cos φ. ഇതെല്ലാം പഠിച്ചുകൊണ്ട് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, ഡെൽറ്റ കണക്റ്റഡ് സിസ്റ്റം ഇതെല്ലാം തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. VL ഈക്വൽ ടു V ഫേസ് ആണ്, IL √3 I ഫേസ് ആണ്, I ഫേസ് VL ബൈ Z ആണ്. പവർ ഈക്വൽ ടു √3 VL IL cos φ അല്ലെങ്കിൽ 3 V ഫേസ് I ഫേസ് cos φ ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് എന്തായിരിക്കും? ലൈൻ വോൾട്ടേജ് ഇൻ സ്റ്റാർ കണക്റ്റഡ് ബാലൻസ്ഡ് 3-phase സർക്യൂട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ √3 ടൈംസ് ഫേസ് വോൾട്ടേജ് ആയിരിക്കും അല്ലേ. സ്റ്റാർ അല്ല, അപ്പോൾ √3 ടൈംസ് ഫേസ് വോൾട്ടേജ് ആയിരിക്കും. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദ സിസ്റ്റം ഈസ് കണക്റ്റഡ് ഇൻ ഡെൽറ്റ കണക്ഷൻ ഹൗ ക്യാൻ ദ ടോട്ടൽ പവർ ഔട്ട്പുട്ട് എക്സ്പ്രസ്ഡ് ആസ്? നമുക്ക് എങ്ങനെ ടോട്ടൽ പവർ ഔട്ട്പുട്ട് എക്സ്പ്രസ് ചെയ്യാം? ദറ്റ് ഇസ് 3 VP IP cos φ. നമ്മൾ നേരത്തെ കണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇമ്പിഡൻസ് ഓഫ് എ സർക്യൂട്ട് ഹാവിംഗ് V ഈക്വൽ ടു 120 sin 314T, കറണ്ട് ഈക്വൽ ടു I ഈക്വൽ ടു 12 sin 314T പ്ലസ് 5/6. ഓക്കെ, അപ്പോൾ നമുക്ക് ഇമ്പിഡൻസ് കണ്ടുപിടിക്കണം. ഇമ്പിഡൻസ് നമുക്ക് കാണാനുള്ള ഫോമുല എന്താണ്? V/I. ഓക്കെ, അല്ലെങ്കിൽ V/I നമുക്ക് പോളാർ ഫോമുല എഴുതാൻ നമുക്ക് ഇങ്ങനെ θ1 θ2 എന്ന് എഴുതാം, പോളാർ ഫോമുല എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ വരും ഇക്വേഷൻ? Z ഈക്വൽ ടു V/V എന്നിട്ടുണ്ട് എത്ര? 120 ഡിവൈഡ് ബൈ 12 ആണ്. പക്ഷേ നമ്മൾ ആംഗിളും കൂടെ എടുക്കാം. 120 പോളാർ ഫോം ഓഫ് വോൾട്ടേജ് θ1 0 ആണ്. നമ്മുടെ θ2 ആണെങ്കിൽ എന്താണ്? π/6 ദാറ്റ് ഇസ് 30 ആണ്. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ എത്ര കിട്ടും? 30 മോളോട്ട് കൊണ്ടുവരുമ്പോൾ 10 ആംഗിൾ -30 ആണ്. ദാറ്റ് ഇസ് നമ്മുടെ ഫേസ് ആംഗിൾ ഓഫ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് -30 ഡിഗ്രി. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 Ohm ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഓർക്കുക കേട്ടോ, നോക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ വന്നിട്ട് 10 Ohm ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബാൻഡ് സ്റ്റോപ്പ് ഫിൽട്ടർ ഈസ് എന്തായിരിക്കും? ബാൻഡ് സ്റ്റോപ്പ് ഫിൽട്ടർ ഈസ് എ ഫിൽട്ടർ സിഗ്നിഫിക്കൻ്റ്ലി അറ്റുനേറ്റ്സ് ഓൾ ഫ്രീക്വൻസീസ് എബോവ് കോർണർ ഫ്രീക്വൻസി ആൻഡ് പാസസ് ബിലോ കോർണർ ഫ്രീക്വൻസി ആണോ? അതോ ഏതായിരിക്കും? എ ഫിൽട്ടർ സിഗ്നിഫിക്കൻ്റ്ലി അറ്റുനേറ്റ്സ് ഓൾ ഫ്രീക്വൻസീസ് ബിലോ കോർണർ ഫ്രീക്വൻസി ആൻഡ് പാസസ് എബോവ് കോർണർ ഫ്രീക്വൻസി ആണോ? The filter reject all frequencies within a specified band and passes all those outside the band ആണോ? ഏതായിരിക്കും വരുന്നത്? ബാൻഡ് സ്റ്റോപ്പ് ഫിൽട്ടർ. ഇറ്റ് ഈസ് ഓപ്ഷൻ C ആണ് വരുന്നത്. ഫിൽട്ടർ റിജക്റ്റ് ഓൾ ഫ്രീക്വൻസീസ് വിത്തിൻ എ സ്പെസിഫൈഡ് ബാൻഡ് ആൻഡ് പാസസ് ഓൾ ദോസ് ഔട്ട്സൈഡ് ദി ബാൻഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സീരീസ് RLC സർക്യൂട്ട് സപ്ലൈഡ് ബൈ 220 വോൾട്ട് AC വോൾട്ടേജ് ഹാസ് R ഈക്വൽ ടു 10 Ohm, L ഈക്വൽ ടു 10 മില്ലി ഹെൻറി ആൻഡ് C ഈക്വൽ ടു 1 മൈക്രോ ഫാരഡ്. ഫൈൻഡ് ദ ക്വാളിറ്റി ഫാക്ടർ ഓഫ് ഇൻഡക്ടർ അറ്റ് റെസൊണൻസ്. ഓക്കെ, നമുക്ക് റെസൊണൻസ് കണ്ടീഷൻ നമ്മുടെ ഫോമുല എന്താണ്? റെസൊണൻസ് എന്ന് പറയുമ്പോൾ 1/2π√LC ആണ്. ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ റേഷ്യോ ഓഫ് റെസൊണൻസ് ഫ്രീക്വൻസി ടു ബാൻഡ് വിഡ്ത്ത് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ എങ്ങനെ എഴുതാം? അതിൻ്റെ ഇക്വേഷൻ വന്നിട്ട് 1/R × √L/C ആണ്. ഇവിടെ R തന്നിട്ടുണ്ട്, L തന്നിട്ടുണ്ട്, C തന്നിട്ടുണ്ട്. മില്ലി ഹെൻറി മൈക്രോ ഫാരഡൊക്കെ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? Q ഈക്വൽ ടു 10 എന്ന് കിട്ടും. ഇറ്റ് ഈസ് ഓപ്ഷൻ എ. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ, സൈനസോയിഡൽ വോൾട്ടേജ് തന്നിട്ടുണ്ട്. V of t ഈക്വൽ ടു 200 cos 314T ഈസ് അപ്ലൈഡ് ടു എ നോൺ ലീനിയർ ലോഡ് റിസൾട്ടിങ് ഇൻ എ കറണ്ട് വിച്ച് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഫോറിയർ സീരീസ് ഫോം ആസ് I of t ഈക്വൽ ടു 10 + 20 cos 314T + 30 ഡിഗ്രി + 10 cos 2 × 314T + 60 ഡിഗ്രി. ഓക്കെ, നമുക്ക് എഫക്റ്റീവ് വാല്യൂ ഓഫ് കറണ്ട് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ദാറ്റ് ഈസ് എന്തായിരിക്കും? നമ്മുടെ ഇക്വേഷൻ 4. ഇതിൽ നമുക്ക് കാണാനുള്ള IRMS എന്ന് പറയുമ്പം എന്ത് മാത്രം എടുത്താൽ മതി? DC ടേംസ് മാത്രം എടുത്താൽ മതി. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ഇതൊക്കെയായിരിക്കും. ഇറ്റ് ഇസ് 10² പ്ലസ് എന്താ വരും? 20/√2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 10/√2 ദ ഹോൾ സ്ക്വയർ വരും. ഓക്കെ, അതായത് നമ്മൾ 10 + 20 cos 314T + 10 cos അല്ലേ. അപ്പോൾ അതെല്ലാം ചെയ്യാം. ഫസ്റ്റത്തെ നമുക്ക് DC ടേം മാത്രം ഉള്ളതുകൊണ്ട് അത് മാത്രം എടുത്താൽ മതി. രണ്ടാമത്തെ നമ്മൾ എന്ത് ചെയ്യണം? 20/RMS വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, 20/√2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 10/√2 ദ ഹോൾ സ്ക്വയർ. അത് സോൾവ് ചെയ്യാൻ നമുക്ക് എത്ര കിട്ടും? IRMS ഈക്വൽ ടു 18.7 ആംപിയർ കിട്ടും.
അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, ഡി സി വോൾട്ടേജ് സോഴ്സ് ഈസ് കണക്റ്റഡ് അക്രോസ് എ സീരീസ് RLC സർക്യൂട്ട്. അണ്ടർ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ ദ അപ്ലൈഡ് ഡി സി വോൾട്ടേജ് ഡ്രോപ്പ് എൻറ്റയർലി അക്രോസ് ദി. സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിൽ അപ്ലൈഡ് ഡി സി വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് എന്താണ്? സി ആണോ, ആർ ഉള്ളി റെസിസ്റ്റൻസ് ഉള്ളിയാണോ, അല്ലെങ്കിൽ ഇൻഡക്റ്റൻസ് ഉള്ളിയാണോ, സി ഉള്ളിയാണോ, ആർ ആൻഡ് എൽ കോമ്പിനേഷൻ ആണോ? ഏതാണ്? ഇറ്റ് ഇസ് ഓപ്ഷൻ സി ആണ്, സി ഉള്ളി, കപ്പാസിറ്റർ ഉള്ളിയാണ്. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ, കൺസ്യൂമർ കൺസ്യൂം 600 kWh പെർ ഡേ അറ്റ് എ ലോഡ് ഫാക്ടർ ഓഫ് 0.5 വിത്തൗട്ട് ഇൻക്രീസിംഗ് ദ മാക്സിമം ഡിമാൻഡ്. ദ കൺസ്യൂമർ ഇൻക്രീസസ് ദ ലോഡ് ഫാക്ടർ ടു 0.8. കൺസപ്ഷൻ ഓഫ് എനർജി ഇൻ kWh വുഡ് ബി. ഓക്കെ, ഒരു കൺസ്യൂമർ കൺസ്യൂം എത്രയാണ്? 600 kWh പെർ ഡേ ആണ്. ലോഡ് ഫാക്ടർ വന്നിട്ടുണ്ട്. വിത്തൗട്ട് മാക്സിമം ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാതെ കൺസ്യൂമർ എന്ത് ചെയ്തു? ലോഡ് ഫാക്ടർ 0.8 ആയി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എനർജി കൺസംഷൻ എങ്ങനെയായിരിക്കും എന്ന് വെച്ചിട്ടുള്ളത്? എന്തായിരിക്കും എനർജി കൺസംഷൻ? ദാറ്റ് ഈസ് നമ്മുടെ ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം ഇതിൻ്റെയൊക്കെ റേഷ്യോ ആണ്. ആവറേജ് എനർജി കൺസ്യൂം ഡിവൈഡ് ബൈ മാക്സിമം എനർജി കൺസ്യൂംഡ് ആണ്. ഇവിടെ ലോഡ് ഫാക്ടർ തന്നിട്ടുണ്ട് എത്രയാണ്? 0.5 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആവറേജ് എനർജി കൺസ്യൂംഡ് ആയിട്ട് 0.5 ലോഡ് ഫാക്ടർ തന്നിട്ടുണ്ട്. എത്രയാണ്? ഇറ്റ് 600 kWh. മാക്സിമം എനർജി കൺസ്യൂംഡ് എന്തായിരിക്കും? മാക്സിമം എനർജി എന്ന് പറയുന്നത് നമ്മുടെ എത്രയാണ്? ആവറേജ് എനർജി 600 ഡിവൈഡ് ബൈ ലോഡ് ഫാക്ടർ ഡിവൈഡ് ചെയ്യുക, അപ്പോൾ 1200 കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാനുണ്ടാവും? മാക്സിമം എനർജി കൺസ്യൂംഡ് കോൺസ്റ്റൻ്റ് ആണ്. ആൻഡ് ലോഡ് ഫാക്ടർ നമ്മൾ എത്രയാണ് ഇൻക്രീസ് ചെയ്യണം? 0.8. ഓക്കെ, വിത്തൗട്ട് ഇൻക്രീസിംഗ് ദ മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മാക്സിമം ഡിമാൻഡ് കോൺസ്റ്റൻ്റ് ആണ്. ലോഡ് ഫാക്ടർ 0.8 ആക്കിയാൽ അങ്ങനെ എന്ത് വരും? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആവറേജ് എനർജി കൺസ്യൂംഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലോഡ് ഫാക്ടർ അതായത് 0.8 ഇൻറ്റു മാക്സിമം എനർജി കൺസ്യൂംഡ് ആയിരിക്കും. ദാറ്റ് ഇസ് 960 kWh ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ചെയ്ത് പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റിസർവ് കപ്പാസിറ്റി? ദ മാക്സിമം ഡിമാൻഡ് ഓഫ് ജനറേഷൻ ഓഫ് പവർ ഈസ് 50 MW. ലോഡ് ഫാക്ടർ ഓഫ് ദി പ്ലാന്റ് ഈസ് 60% ആൻഡ് പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ ഈസ് 50%. ഓക്കെ, അപ്പോൾ ലോഡ് ഫാക്ടർ അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോഡ് ഡയറക്റ്റ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂഷൻ ആവറേജ് ഡിമാൻഡ് ബൈ മാക്സിമം ഡിമാൻഡ് ആണ്. നമ്മൾ ആദ്യം ആവറേജ് ഡിമാൻഡ് കണ്ടുപിടിച്ചു, 30 MW കിട്ടി. പ്ലാൻ കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറയുമ്പോൾ ആവറേജ് ഡിമാൻഡ് ഡിവൈഡ് ബൈ പ്ലാൻ കപ്പാസിറ്റി. അപ്പോൾ പ്ലാൻ കപ്പാസിറ്റിയും കിട്ടി. നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്? റിസർവ് കപ്പാസിറ്റിയാണ് കാണാനുള്ളത്. അപ്പോൾ ഈ ഫോർമുലാസ് ഒക്കെ പഠിച്ചു വെച്ചാൽ മതി. റിസർവ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ പ്ലാന്റ് കപ്പാസിറ്റി മൈനസ് മാക്സിമം ഡിമാൻഡ്, ദാറ്റ് ഇസ് 10 MW കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, പവർ സ്റ്റേഷൻ ഹാസ് 4 കൺസ്യൂമേഴ്സ് വിത്ത് ദെയർ മാക്സിമം ഡിമാൻഡ് ആസ് 40 MW, 20 MW, 30 MW, 50 MW. ദ മാക്സിമം ഡിമാൻഡ് ഓഫ് ദി സ്റ്റേഷൻ ഈസ് 100 MW. ഡൈവേഴ്സിറ്റി ഫാക്ടർ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മുടെ മാക്സിമം ഇൻഡിവിജ്വൽ ഡിമാൻഡിൻ്റെ സം എല്ലാം കൂടെ കണ്ടുപിടിക്കുക. അപ്പോൾ 140 MW കിട്ടി. മാക്സിമം ഡിമാൻഡ് എന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് എത്രയാണ്? മാക്സിമം ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഡിവൈഡ് ബൈ മാക്സിമം ഡിമാൻഡ്, ദാറ്റ് ഇസ് 140/100, 1.4 ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേബിൾസ് യൂസ്ഡ് ഫോർ അണ്ടർഗ്രൗണ്ട് സർവീസസ് ഫ്രം 33 kV to 60 kV. 33 to 60 kV ആണെങ്കിൽ ഏതായിരിക്കും? എക്സ്ട്രാ ഹൈ ടെൻഷൻ ആണോ, ഹൈ ടെൻഷൻ ആണോ, സൂപ്പർ ടെൻഷൻ ആണോ, എക്സ്ട്രാ സൂപ്പർ വോൾട്ടേജ് ആണോ? 33 to 60 അപ്പോൾ എന്താണ്? എക്സ്ട്രാ ഹൈ ടെൻഷൻ ആണ്. ഓക്കെ, ലോ ടെൻഷൻ ആണെങ്കിൽ 0 to 1, ഹൈ ടെൻഷൻ ആണെങ്കിൽ 1 to 11, സൂപ്പർ ടെൻഷൻ 11 to 33, എക്സ്ട്രാ ഹൈ ടെൻഷൻ ആണെങ്കിൽ 33 to 66, എക്സ്ട്രാ സൂപ്പർ ടെൻഷൻ കേബിൾ ആണെങ്കിൽ 66 to and above ആണ്. അടുത്തത്, ചീപ്പ് ആൻഡ് ടെമ്പററി സിസ്റ്റം ഓഫ് ഇൻറ്റേർണൽ വയറിംഗ് ഈസ്. ചീപ്പ് ആൻഡ് ടെമ്പററി സിസ്റ്റം ഓഫ് ഇൻറ്റേർണൽ വയറിംഗ് എന്ന് പറയുന്നത് ഇതാണ്, ടെമ്പററി സിസ്റ്റമാണ്. ഇപ്പോൾ ഏതാണിട്ട്? ക്ലീറ്റ് വയറിംഗ് ആണ്. അപ്പോൾ ഓരോന്ന് നോക്കാം എവിടേക്കാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ടെമ്പററി ഫ്ലെക്സിബിൾ വയർ ആണെങ്കിൽ ഏതായിരിക്കും? ടെമ്പററി ആയിരിക്കും. ക്ലീറ്റ് വയറിംഗ് ആണെങ്കിലും ടൈപ്പ് ഓഫ് വയറിംഗ് ടെമ്പററി തന്നെ. കേസിങ് കേപ്പിങ്ങിൽ പെർമനൻ്റ് ആയിരിക്കും. ബാറ്റൺ വയറിംഗിലാണെങ്കിൽ പെർമനൻ്റ് ആയിരിക്കും. PVCയിലും പെർമനൻ്റ് ആണ്. കോൺഡ്യൂട്ടിലാണെങ്കിൽ പെർമനൻ്റ്, കൺസീൽഡും പെർമനൻ്റ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കുക, അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഒന്ന് പഠിക്കാം. അടുത്ത്, ആസ് പെർ ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾ ഇൻ ഓവർഹെഡ് സിസ്റ്റം ദ റെക്കമെൻഡഡ് സ്പാൻ ഇൻ കേസ് ഓഫ് വുഡൻ പോളീസ്. റെക്കമെൻഡഡ് സ്പാൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇറ്റ് ഈസ് 40 to 50 meters ആണ്. ഇപ്പോൾ സ്പാൻ എന്ന് പറയുമ്പോൾ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് സപ്പോർട്ടിംഗ് പോയിന്റ്സ് ഓഫ് ആൻ ഓവർഹെഡ് കണ്ടക്ടറിൻ്റെ. ആ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്പാൻ എന്ന് പറയുന്നത്. കാണാനുള്ള ഫോർമുല C = √P - L/D, വേർ P എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദി കണ്ടക്ടർ ആണ്. L എന്ന് പറയുമ്പോൾ കണ്ടക്ടർ ക്ലിയറൻസ് എബോവ് ലെവൽ ഗ്രൗണ്ട് ആണ്. C എന്ന് പറയുമ്പോൾ റൂളിംഗ് സ്പാൻ ആണ്, മീറ്ററിലാണ്. D എന്ന് പറയുമ്പോൾ കണ്ടക്ടർ സ്റ്റാഗ് ആണ്. അപ്പോൾ ഇന്ത്യൻ റൂൾ അനുസരിച്ച് ഓവർഹെഡ് ലൈൻസിൽ ദ റെക്കമെൻഡഡ് സ്പാൻ ഓഫ് വേരിയസ് സപ്പോർട്ട് പോൾ എന്ന് പറയുന്നത് നമ്മൾ നോക്കുക. വുഡൻ പോൾ ആണെങ്കിൽ 40 to 50 meter. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വുഡൻ പോൾസ് ആണ്. RCC ആണെങ്കിൽ 80 to 100 meter. സ്റ്റീൽ പോൾ ആണെങ്കിൽ 50 to 80 meter. സ്റ്റീൽ ടവർ ആണെങ്കിൽ 300 meter ഓർ എബോ ആണ്. അടുത്ത, വിച്ച് ഓഫ് ദി ഫോളോയിങ് വോൾട്ടേജ് റേഞ്ച് ഈസ് യൂസ്ഡ് ഇൻ മീഡിയം ട്രാൻസ്മിഷൻ ലൈൻ. നമ്മൾ കുറേ കണ്ടിട്ടുള്ളതാണ്. മീഡിയം ട്രാൻസ്മിഷൻ ലൈനിൽ ഉപയോഗിക്കുന്ന ഏതായിരിക്കും? ലെസ് ദാൻ 20 kW ആണോ, മോർ ദാൻ 200 ആണോ, 20 kV to 100 ആണോ, 50 kV to 200 ആണോ? ഏതായിരിക്കും വരുന്നത്?
ഓക്കെ. വോൾട്ടേജ് യൂസ് ഇൻ മീഡിയം ട്രാൻസ്മിഷൻ നോക്കുക. അപ്പോൾ നമ്മൾ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിലാണെങ്കിൽ നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മെയിൻലി ലെങ്ത്, ഓപ്പറേറ്റിംഗ് വോൾട്ടേജ്, എഫർട്ട് ഓഫ് കപ്പാസിറ്റൻസിൻ്റെ ബേസിലാണ്. അപ്പോൾ ഓരോ റേഞ്ച് നോക്കുക. ലെങ്ത് ഷോർട്ട് ആണെങ്കിൽ 0 to 80 ആണ്, അതിൻ്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് 0 to 20 ആണ്. നമ്മൾ കപ്പാസിറ്റർ ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. മീഡിയത്തിലാണെങ്കിൽ കപ്പാസിറ്റർ ലംബ് ചെയ്ത് വയ്ക്കും. ദാറ്റ് ഈസ് 80 to 200 കിലോമീറ്റർ ആണ്. ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് 20 to 100 കിലോ വാട്ട് ആണ്. ഓക്കെ. അതുപോലെ ലോങ്ങിലാണെങ്കിൽ ഗ്രേറ്റർ ദാൻ 100 കിലോ വാട്ട്. കപ്പാസിറ്റി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നോക്കുക, ഈ ടേബിൾസ് ഒക്കെ പഠിക്കുക. അടുത്ത ഡയലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് റബ്ബറിൻ്റെ ഡയലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ 30 കിലോ വോൾട്ട് പെർ മില്ലിമീറ്റർ ആണ്. ഡയലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ എന്താണ്? വോൾട്ടേജ് പെർ യൂണിറ്റ് തിക്നെസ് അറ്റ് വിച്ച് എ മെറ്റീരിയൽ വിൽ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ആയിരിക്കും. വോൾട്ടേജ് പെർ യൂണിറ്റ് തിക്നെസ്സിനെയാണ് നമ്മൾ ആ ഒരു മെറ്റീരിയലിൻ്റെ ഡയലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. വിൽ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. എയറിൻ്റെ 3, ഓയിലിൻ്റെ 5 to 20, റബ്ബർ 30 to 40, മൈക്ക 118, അലുമിനിയം 13.4, ഡയമണ്ട് 2000. അടുത്ത ഈ പവർ സ്റ്റേഷൻ ഹാസ് എ മാക്സിമം ഡിമാൻഡ് എന്നിട്ടുണ്ട് 15,000 കിലോ വാട്ട്. ആനുവൽ ലോഡ് ഫാക്ടർ എന്നിട്ടുണ്ട്. പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറും പ്ലാന്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കുക. അപ്പോൾ ആനുവൽ ലോഡ് ഫാക്ടർ 50%, മാക്സിമം ഡിമാൻഡ് 50,000 കിലോ വാട്ട്. പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ 40%, ദാറ്റ് ഈസ് 0.4. ഓക്കെ. അപ്പോൾ നമുക്ക് പ്ലാന്റ് കപ്പാസിറ്റി കാണാനുള്ള ഫോർമുല എന്ന് വെച്ചാൽ ആവറേജ് ഡിമാൻഡ് ഡിവൈഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ. അപ്പോൾ ആവറേജ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഇസ് 0.5 ആനുവൽ ലോഡ് ഫാക്ടർ ഇൻറ്റു മാക്സിമം ഡിമാൻഡ്. അത് കണ്ടുപിടിക്കുക. എന്നിട്ട് പ്ലാന്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കുക. ഓക്കെ. ഇറ്റ് ഇസ് ഇൻ ടേംസ് ഓഫ് മെഗാവാട്ടിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് കിലോ വാട്ടിന് മെഗാവാട്ട് 18.75 മെഗാവാട്ട് വരും. ഓക്കെ. ചെയ്ത് നോക്കാം. എക്കണോമിക് സൈസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഡിസൈൻഡ് ബൈ ഏതാണ്? കെൽവിൻസ് ലോ. കെൽവിൻസ് ലോ എന്താണ്? സ്റ്റേറ്റ്സ് ദാറ്റ് മോസ്റ്റ് എക്കണോമിക്കൽ സൈസ് ഓഫ് എ കണ്ടക്ടർ എന്ന് പറയുന്നത് ഈസ് ദാറ്റ് ഫോർ വിച്ച് ആനുവൽ ഇൻട്രസ്റ്റ് ആൻഡ് ഡിപ്രിസിയേഷൻ ഓഫ് ദി ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് ദി കണ്ടക്ടർ എന്നാണ് ഈക്വൽ ടു ആനുവൽ കോസ്റ്റ് ഓഫ് എനർജി ലോസ് ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റും കൂടെ ജസ്റ്റ് 2-3 പ്രാവശ്യം ഒന്ന് വായിച്ച് പഠിക്കാം. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് തന്നെ ചിലപ്പോൾ സംടൈംസ് ചോദിക്കും. ഓക്കെ. അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ. ദ റേറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി is charged on the basis of maximum demand of the consumer and the units consumed. That is called simple tariff, block rate ആണോ, 2 part ആണോ, ഫ്ലാറ്റ് ആണോ? ഏതാണ്? ഇറ്റ് ഇസ് ഓപ്ഷൻ സി, 2 part tariff. That voltages can be available from a 3-wire DC distribution system. ഏത് വോൾട്ടേജസ് ആണ്? ഇറ്റ് ഇസ് 2 voltages can be available for a 3-wire DC distribution system. ഇനി 3-phase ഇൻഡക്ഷൻ മോട്ടർ, the speed of the revolving magnetic field is സ്പീഡ് ഓഫ് ദി റിവോൾവിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ളത് എന്തായിരിക്കും? 3-phase ഇൻഡക്ഷൻ മോട്ടർ 120 F/P ആണ് അല്ലേ? സ്പീഡ് എന്ന് പറയുമ്പോൾ N പ്രൊപ്പോർഷണൽ ടു 120 F/P അല്ലേ? ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഡ്യൂറിംഗ് പ്ലഗിംഗ് ഓഫ് എ 3-phase ഇൻഡക്ഷൻ മോട്ടർ എന്ത് പറ്റും? ഡ്യൂറിംഗ് പ്ലഗിംഗ് ഫേസ് സീക്വൻസ് ഓഫ് ദി സ്റ്റേറ്റർ വോൾട്ടേജ് എന്താവും? റിവേഴ്സ്ഡ് ആവും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേഷൻ ഓഫ് ദി ഓൾട്ടർനേറ്റർ ഈസ് ഇൻഡിക്കേറ്റീവ് ദാറ്റ് ദ ലോഡ് ഈസ് എന്തായിരിക്കും? ലോഡ് ഈസ് കപ്പാസിറ്റി ഓൺലി. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ 60 ഡേയുടെ സ്റ്റഡി പ്ലാൻ മറക്കാതിരിക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ആയുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ 60 ഡേയ്സും കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ കാണാത്തവരെ കാണുക. MCQ നമ്മുടെ ടോപ്പിക് വൈസ് MCQs പഠിച്ചത് വീണ്ടും വീണ്ടും വായിച്ച് നോക്കാം. ഓക്കെ. അതുപോലെ തന്നെ ഒരാഴ്ച പഠിപ്പിച്ച പോർഷൻസ് നിങ്ങൾ വീണ്ടും അതിൻ്റെ എക്സാംസ് സൺഡേ ഉണ്ട്. അപ്പോൾ സൺഡേ എക്സാം എഴുതി നോക്കുക. ഓക്കെ. അപ്പോൾ കറക്റ്റ് ഒരാഴ്ച നല്ല അപ്ഡേറ്റ് ആയിട്ട് പഠിക്കാം. ഓക്കെ. താങ്ക് യു. ഒരാഴ്ച നമ്മുടെ പവർ സിസ്റ്റമാണ്. 2 മാസം കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ട് പഠിക്കാം. Okay, thank you.